ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ മനുവും അലീനയും കൂടെ ഫോണിൽ സംസാരിക്കുക. അങ്ങനെ സംസാരിക്കുന്ന ഈ ഒരു സമയത്ത് നമ്മുടെ മനു അലീനയ്ക്ക് ഒരു താലിച്ചരടും ഒരു സാരിയൊക്കെ ആയിട്ട് വരട്ടെ, അവളെ കൂട്ടിക്കൊണ്ട് പോരട്ടെ എന്ന് ചോദിച്ചു. മനുവേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് അലീന നേരം ഒരു വിളി. അയ്യോ സമയമായില്ലെന്നാണോ? ഓക്കെ ഞാൻ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. മനുവേട്ടനെ എനിക്ക് കടപ്പാട്ടൂര് ഒന്ന് പോകണം. അവിടെ ഞാനില്ലാത്തത് കൊണ്ട് കുട്ടികൾ തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവില്ല. മനുവേട്ടൻ ചെന്ന് എല്ലാവരെയും കണ്ടെന്ന് സംസാരിച്ച് കഴിയുമ്പോൾ അപ്പോൾ റീചാർജ് ആയിക്കോളൂ എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, ഞാനൊരു ചാർജറാണല്ലോ അല്ലേ, ശരി ഞാൻ പൊക്കോളാമെന്ന് പറഞ്ഞു. പോയിട്ട് വന്നിട്ട് തന്നെ വിളിക്കണം കേട്ടോ, മറക്കരുത് കേട്ടോ എന്ന് പറഞ്ഞു. ഓക്കെ മറക്കില്ല എന്ന് പറഞ്ഞു. ഫോൺ അങ്ങ് കട്ട് ചെയ്തു. മനു ഇവിടെ ഇരിക്കുന്നു, അലീന അവിടെ ഇരിക്കുന്നു. പിന്നെ കാണിക്കുന്നത് പിറ്റേന്ന് പിള്ളേർ, അതായത് ബബിതയും കൃഷ്ണയും കൂടെ അവിടെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ അവർ രണ്ടുപേരും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അലീനയുടെ മെസ്സേജിനെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ചുകൊണ്ടിരിക്കുന്ന സമയം ആദ്യം എനിക്ക് അയക്കും, ആദ്യം നിനക്ക് അയക്കും, അങ്ങനെയൊക്കെയുള്ള തർക്കം ഉണ്ടല്ലോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ വൈജ ഇറങ്ങി വരുന്നത്. അങ്ങനെ വിചാരിച്ചവിടെ ഇരുന്നു. എൻ്റെ അലീന ചേച്ചി എനിക്ക് ആദ്യം അയക്കുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കൃഷ്ണ പറയാം. അപ്പോഴാണ് വൈജ ഇത് കേട്ട് വരുന്നത്. വൈജയെ ബബിത കണ്ടു. അമ്മ വരുന്നുണ്ട് എന്നും പറഞ്ഞു ബബിത കൃഷ്ണയ്ക്ക് കാണിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് രണ്ടിനും പഠിക്കാനൊന്നുമില്ലേ? ഇങ്ങനെ രാവിലെ തന്നെ ഇങ്ങനെ ലൂസ് ടോക്സുമായിട്ടും മുൻവശത്ത് തന്നെ വന്നിരിക്കുകയാണോ എന്ന് വൈജ ചോദിച്ചു. പിള്ളേർ രണ്ടുപേരും എഴുന്നേറ്റ് ഇങ്ങനെ നിൽക്കുക. അമ്മയ്ക്ക് എങ്ങനെ മനസ്സിലായി ഞങ്ങൾ വെറുതെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്? ബബിതേച്ചി വഴക്കിടില്ലേ എന്ന് പറഞ്ഞു നേരം കൃഷ്ണ. രണ്ടുപേരും പഠിക്കാനുള്ളത് കംപ്ലീറ്റ് തീർത്തോ? അപ്പോൾ മിഡ് ടൈം എക്സാം വരികയല്ലേ എന്ന് ചോദിച്ചു. ഞങ്ങളെ ഒരു മണിക്കൂർ ബ്രേക്ക് എടുത്തതാ. ഭയങ്കര ബ്രേക്കാണല്ലോ. ബ്രേക്ക് എടുക്കുന്നത് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടല്ലേ എന്ന് ചോദിച്ചു. അതിനു വേണ്ടി വെറുതെ ചുമ്മാ സംസാരിച്ച് സമയം കളയണമെന്ന് ചോദിച്ചു. അമ്മ ഞങ്ങളിപ്പോൾ തന്നെ പഠിക്കാൻ പോകും, ഒരു 5 മിനിറ്റ്സ് കൂടി ഉള്ളൂ എന്ന് പറഞ്ഞു കൃഷ്ണ. എന്നതെങ്കിലൊക്കെ കാണിക്കാം, ചായയും കോഫി മറ്റോ വേണോ? എനിക്കൊന്നും വേണ്ടാന്ന് ബബിത. എനിക്കും വേണ്ടാന്ന് പറഞ്ഞു കൃഷ്ണ. ചുമ്മാതെ ഇവിടെ ഇരുന്ന സമയം കളയാതെ പോയിക്കോണം പഠിക്കാൻ. ഓരോ കാരണം നോക്കിയിരിക്കുക പഠിക്കാതിരിക്കാനേ. ശരിയേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ബബിത വൈജ അകത്തേക്ക് കയറിപ്പോയി. തൊട്ടടുത്ത നിമിഷം വീട്ടുമുറ്റത്തേക്ക് ഒരു വണ്ടി വരുന്നു. ആ വണ്ടിയിൽ നിന്ന് നമ്മുടെ മനുവേട്ടൻ എന്ന് പറഞ്ഞു ഓടി ഇവർ ഇറങ്ങിച്ചെന്നു. ഞങ്ങളോർത്തു ഇനി മനുവേട്ടനെ ഇങ്ങോട്ട് കാണത്തേ ഇല്ലെന്ന്. ഇവിടെ ഇനി ആരും ഇല്ലല്ലോ കൃഷ്ണേ എന്ന് ബബിത. അതൊരു ഭയങ്കര ആലോചനയായിപ്പോയി കേട്ടോ നമ്മുടെ മനു. പിന്നെ കൃഷ്ണമോൾ ഇവിടെ ഉള്ളതുകൊണ്ട് വരാമെന്ന് വെച്ചാൽ അല്ലേ എന്ന് മനു ചോദിച്ചപ്പോൾ അത് കറക്റ്റാ. അവയുടെ ദുഷ്ടാന്നും പറഞ്ഞ് ബബിത ഇങ്ങനെ നിൽക്കുക. അപ്പോൾ എന്നെ വീട്ടിൽ കയറ്റുമോ? വാ എന്ന് പറഞ്ഞ് കൃഷ്ണ അകത്തേക്ക് വിളിച്ചു. അതൊക്കെ ഇരിക്കട്ടെ, അങ്കിളും രോഹിത്തൊക്കെ എവിടെ? രണ്ടുപേരും റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞു. അതൊന്നും പറ്റി? അങ്കിളും ആൻറ്റിയും സംസാരം എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? അമ്മ കോലിട്ട് കിള്ളി അച്ഛൻ്റെ അടുത്ത് നിന്ന് ഇടയ്ക്കിടയ്ക്ക് വാങ്ങിക്കാറുണ്ടെന്ന് പറഞ്ഞു ബബിത. ഒരു തവണത്തെ ക്ഷീണം ഒരാഴ്ച വരെയൊക്കെ നിൽക്കാറുണ്ടെന്നും പറഞ്ഞു. അങ്ങനെ ഒരു ചടങ്ങ് നടക്കാറുണ്ടല്ലോ. അങ്കിളിനെ എനിക്കൊന്ന് കാണണമെന്ന് പറഞ്ഞു മനു. പിന്നെ നിങ്ങൾ ഓക്കെ അല്ലേ എന്ന് ചോദിച്ചു. ഓക്കെ ആണോ എന്ന് ചോദിച്ചാ അതെ, അല്ലേന്ന് ചോദിച്ചാ അല്ല. അത് കേട്ടപ്പോൾ നമുക്കൊന്ന് ഇരിക്കണമല്ലോ. എന്നാ അതൊക്കെ ചായയും ചിപ്സൊക്കെ കിട്ടും, ചെല്ലെന്ന് പറഞ്ഞു. ഞാനൊന്ന് അങ്കിളിനെ കണ്ടിട്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മനു അകത്തേക്ക് കയറിപ്പോയി. അപ്പോഴത്തേക്കും വൈജ മനുവിനെ കണ്ടു. നീ വന്നോ എന്നും ചോദിച്ചങ്ങ് ചെല്ലുക. അലീന ഇവിടെ ഇല്ലാത്തത് കൊണ്ട് നീ ഇങ്ങോട്ട് വരികയില്ലെന്നാണ് ഞാൻ വിചാരിച്ചതെന്ന് വൈജ പറയാം. ആൻറ്റി ഒരു ENT സ്പെഷ്യലിസ്റ്റിനെ കാണാൻ അത് അത്യാവശ്യം കേട്ടോ എന്ന് പറഞ്ഞേ. നാക്കിൻ്റെ ചൊറിച്ചിൽ മാറ്റാൻ പുതിയ എന്തോ മരുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന് മനു അന്നേരം പറഞ്ഞു. എൻ്റെ നാക്കിൻ്റെ ചൊറിച്ചിൽ മാറ്റാൻ നീ നോക്കിയാൽ പറ്റുമോ? നിൻ്റെ അച്ഛൻ ശിവേട്ടൻ നോക്കിയിട്ട് പറ്റിയിട്ടില്ല. പിന്നെയാ നിൻ്റെ അമ്മ കമലയിടത്തെയും നോക്കിയായിരുന്നേ. സാധാരണ മനുഷ്യരെ കൊണ്ടതൊന്നും പറ്റത്തില്ല. അതുകൊണ്ടാണ് ENT സ്പെഷ്യലിസ്റ്റിനെ തന്നെ കാണണമെന്ന് ഞാൻ പറഞ്ഞതെന്ന് നമ്മുടെ മനു. നീ എൻ്റെ വീട്ടിൽ കയറി വന്ന് എന്നെ പഠിപ്പിക്കാൻ നോക്കുകയാണോ മനു എന്ന് വൈജ. ഇത് ബാലേന്ദ്രൻ ഞങ്ങളുടെ വീടല്ലേ, ഈ വീടിൻ്റെ ഡോക്യുമെൻറ്റ്സും ഒക്കെ അങ്ങനെയാണ്. അതൊരു പച്ച മലയാളത്തിൽ വീട്ടുടമസ്ഥൻ്റെ പേരായിട്ട് എഴുതി വെച്ചിരിക്കുന്നത് ബാലചന്ദ്ര മേനോൻ എന്നാണ് എന്നും മനു പറഞ്ഞു. ഈ വീട്ടിലെ മറ്റാരുടെയും പേര് അതിലില്ല എന്നും പറഞ്ഞു. അത് കേട്ടപ്പോൾ വൈജയ്ക്ക് കൊണ്ടു. ബാലേന്ദ്ര മേനോൻ്റെ വീടെന്ന് പറയുമ്പം അത് അയാളുടെ ഭാര്യയുടെയും മക്കളുടേതും കൂടിയാണ് എന്ന് വൈജ പറയുന്നു. ബാലേന്ദ്ര മേനോൻ ഭാര്യയെ ഉപേക്ഷിച്ചിട്ട് മാസങ്ങളോളം ആൻറ്റി ഇവിടുന്ന് തോന്നുമ്പോൾ ഇറങ്ങിപ്പോവും, തോന്നുമ്പോൾ തിരിച്ചു വരികയും ചെയ്യുകയും. ബാലേന്ദ്ര മേനോൻ പറഞ്ഞിട്ടോ വിളിച്ചിട്ടോ അദ്ദേഹത്തിന് നിങ്ങളെ കൊണ്ട് പ്രത്യേകിച്ച് ആവശ്യങ്ങളുണ്ടായിട്ടോ ഒന്നുമല്ല. നിങ്ങൾക്കേ നിങ്ങളുടെ വില അറിയാത്തത് കൊണ്ടാണെന്നും അതെങ്ങനെ നഷ്ടപ്പെട്ടെന്നോ എങ്ങനെ തിരിച്ചു കിട്ടണമെന്നും നിങ്ങൾക്ക് അറിയത്തില്ല എന്നും മനു പറഞ്ഞു. ചുമ്മാ വിഡ്ഢിവേഷം കെട്ടി നടക്കുകയല്ലേ. അപ്പം ഞാനല്ല വിഡ്ഢിവേഷം കെട്ടിയിരിക്കുന്നത്, നീയും നിൻ്റെ അങ്കിളും നിങ്ങളുടെ കൂടെ നിൽക്കുന്നവരുമാണെന്ന് വൈജ പറയുമ്പോൾ മനു ഒന്ന് ചിരിച്ചു. നിങ്ങളുടെ ഭർത്താവെന്ന് പറയുന്ന മനുഷ്യൻ നിങ്ങൾ വെറുക്കുകയും നിങ്ങൾ അകറ്റി നിർത്തുകയും ചെയ്യുന്നതിൻ്റെ കാരണം എന്താണെന്ന് തിരിച്ചറിയാൻ അല്ലെങ്കിൽ ചിന്തിക്കാനുള്ളൊരു സാമാന്യ ബുദ്ധി നിങ്ങൾക്കുണ്ടായിരുന്നു ആൻറ്റി. എനിക്കറിയാം, എനിക്കെല്ലാം അറിയാവുന്നതായി പിന്നെ വൈജ. അറിയത്തില്ല എന്നൊന്നും ആരും വിചാരിക്കേണ്ടെന്നും പറഞ്ഞു.
ആൻറ്റിക്ക് എന്നാ അറിയാം, ഒന്ന് പറഞ്ഞേ. അലീനെ ഇവിടെ നിർത്താൻ ഞാൻ സമ്മതിച്ചില്ല. അതിനെതിരെ എന്നെ കൊണ്ട് ചെയ്യാവുന്നതെല്ലാം ഞാൻ ചെയ്തു. അതാർക്കും അങ്ങോട്ട് പിടിച്ചിട്ടില്ല. അതല്ലേ ശരിക്കും. അതല്ലാതെ വേറെ ഒരു കാരണം എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ലേന്ന് ചോദിച്ചു മനു. അപ്പോൾ വൈജി ഇങ്ങനെ നോക്കുക. എൻ്റെ അച്ഛനും വല്യച്ഛനും കൊച്ചച്ഛനും മുത്തശ്ശിയും പോലും എന്തുകൊണ്ടാണ് ആൻറ്റിക്കെതിരെ സംസാരിക്കുന്നതെന്ന് ആൻറ്റി ഒരിക്കലെങ്കിലും ഒന്ന് ആലോചിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അവരെല്ലാം ബാലചന്ദ്രൻ്റെ സൈഡായതുകൊണ്ടാണെന്ന് നമ്മുടെ വൈജ. ആൻറ്റി ഇങ്ങനെ പൊട്ടത്തിവേഷം കെട്ടല്ലേ ആൻറ്റി, എല്ലാം അറിയാം എന്നാലോ ഒന്നും അറിയാത്തതുപോലെ അഭിനയിക്കുകയാണെന്നും മനു. സ്വന്തം അമ്മയും ആങ്ങളമാരും മക്കളും നിങ്ങൾക്കെതിരെ സംസാരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ഇതുവരെ ആലോചിച്ചിട്ടില്ല. നിനക്കറിയാമെങ്കിൽ നീ പറ, നീ വലിയ ബുദ്ധിമാനല്ലേ എന്ന് നേരത്തേക്കും ചോദിക്കുക. അപ്പോൾ അവർക്കെല്ലാം ആൻറ്റിയുടെ പാസ്റ്റ് അറിയാവുന്നത് കൊണ്ടാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും വൈജി ഇങ്ങനെ നോക്കി. പാസ്റ്റ്? പണിവാളിയ, എൻ്റെ പാസ്റ്റ്? എൻ്റെ പാസ്റ്റിന് എന്താണ് പറ്റിയത്? അപ്പം മനു ഒന്ന് ചിരിച്ചു. വൈജി ഒന്ന് ഞെട്ടി പച്ചയ്ക്ക് വിളിച്ച് പറയുകയാണ് മനു. പറ, നീ തന്നെ പറ, എൻ്റെ പാസ്റ്റിന് എന്താ സംഭവിച്ചത്? പറ മനു എന്നും പറഞ്ഞു. വൈജി നിന്ന് തർക്കം തുടങ്ങിയപ്പോൾ ഒന്നും പറ്റിയില്ലേന്ന് ചോദിച്ചു. വൈജി ഇങ്ങനെ നോക്കുവാട്ടോ കണ്ണും വീഴ്ച. മനു വിട്ടുകൊടുക്കാനും തയ്യാറായിട്ടില്ല. അഹങ്കരിച്ചങ്ങ് നിൽക്കുന്നവളെ അടിച്ച് താഴെ വീഴ്ത്തുക എന്നുള്ളതാണ് നമ്മുടെ മനു ഉദ്ദേശിക്കുന്നത്. അത് മനു നല്ല മാന്യമായി ചെയ്യുന്നുമുണ്ട്. ആൻറ്റി പണ്ട് ചിത്രശലഭത്തെ പോലെ പാറി പറന്ന് നടന്നിട്ടുണ്ടാവും. അപ്പം സകല പരിശുദ്ധിയോടും കൂടി വിവാഹ ജീവിതത്തിലേക്ക് കടന്നു വന്നു. ഭർത്താവിനെ രാജാവിനെ പോലെ കണ്ട് സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത് ജീവിച്ചു. ശുഭം അല്ലേ? നീ എന്നെ കളിയാക്കാൻ വേണ്ടി കയറി വന്നതാണോ രാവിലെ തന്നെ ഇങ്ങോട്ട് എന്ന് ചോദിച്ചപ്പോൾ അല്ലല്ല, ഞാനൊന്ന് ചോദിച്ചോട്ടെ. ഒരാൾ വീട്ടിലോട്ട് വിസിറ്റിന് വരുമ്പോൾ കുടുംബനാഥ സാധാരണ എന്താണ് ചെയ്യേണ്ടത്? വീട്ടിൽ കയറ്റാൻ കൊള്ളാവുന്നവരാണെങ്കിൽ അവരെ വെൽക്കം ചെയ്യണം, പോട്ടെ. ഉപചാരങ്ങൾ എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. കുടിക്കാൻ കൊടുക്കുക, ക്ഷേമാന്വേഷണം നടത്തുക, അങ്ങനെയൊക്കെ ഉണ്ട്. ആൻറ്റി എന്നതാ ശരിക്കും ചെയ്തേ? വന്ന ഉടനെ കുത്തുവെക്കും. അലീനില്ലാത്തത് കൊണ്ട് ഞാൻ ഇങ്ങോട്ട് വരത്തില്ല പോലും. നെഗറ്റീവ് നാക്കിൽ വന്ന് കുടിയേറി പാർക്കുക, അതല്ലേ ശരിക്കും. അലീന വീട്ടിൽ നിന്ന് പോയി, പക്ഷേ ആൻറ്റിയുടെ നാവിൽ നിന്നും മനസ്സിൽ നിന്നും അവൾ പോയിട്ടില്ലെന്ന് പറഞ്ഞപ്പം എൻ്റെ മനസ്സിൽ നിന്ന് പോവത്തില്ലടാ. എൻ്റെ ജീവിതം ചവിട്ടി മതിച്ചിട്ട് പോയവളാ, അവളെ ഞാൻ മറക്കത്തില്ല എന്ന് വൈജ പറയുമ്പം മറക്കരുത്, ഇനി ആവശ്യം വരുമെന്ന് മനു. ഇനി അവളെ കൊണ്ട് എന്നെ ആവശ്യമാണ്, അതും എനിക്ക് എന്ന് വൈജ ചോദിക്കുമ്പം ആവശ്യം വരുമെന്നേ. അവൾ ഈ വീട്ടിൽ തന്നെ തിരിച്ചു വരികയും ചെയ്യുമെന്നുള്ള കാര്യം മനു. വൈജ അന്നേരം അന്തം വിട്ടിങ്ങനെ നോക്കുക. അലീന എന്നേക്കുമായിട്ട് ആൻറ്റിയുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയതാണെന്ന് വിചാരിച്ചേക്കരുത്. അങ്ങനെ അവൾക്ക് ഒഴിഞ്ഞു പോകാൻ പറ്റത്തില്ലെന്നേ. ആൻറ്റിക്കേ അവളെ നിസാരമായിട്ട് എടുത്ത് കളയാനും പറ്റത്തില്ല എന്ന് പറയുമ്പോൾ മനു, നീ എന്തുദ്ദേശിച്ച ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് വൈജ ചോദിച്ചു. എന്തൊക്കെയോ മനസ്സിൽ വെച്ച് പറയുന്നത് പോലെ. എന്താ? ആൻറ്റിക്ക് എല്ലാം മനസ്സിലാകുന്നൊരു സമയം വരും. അതുവരെ ഇതങ്ങനെയൊക്കെ അങ്ങ് പോട്ടെ. ഞാനേ അങ്കിളിനെ ഒന്ന് കണ്ടിട്ട് വരാവേ എന്നും പറഞ്ഞ് അവിടെ നിന്ന് മനു അങ്ങ് പോയി. വൈജ കുറച്ച് നേരം അവിടെ നിന്ന് ഇങ്ങനെ ആലോചിച്ച് കഴിയുമ്പോൾ വേറെ സംഭവമൊക്കെ പിന്നെ പുറത്തേക്ക് വരും, അത് വേറെ സത്യം. അപ്പോൾ അതേ നമ്മുടെ മനു ബാലൻ്റെ റൂമിലേക്ക് ചെന്നു. അങ്കിളെ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്, നിനക്ക് മറക്കില്ലേടാ? നൈറ്റാന്ന് പറഞ്ഞു. രാത്രി മുഴുവൻ ലാപ്ടോപ്പിലാണല്ലേ ജീവിതം. രാത്രിയാകുമ്പോൾ ആരുടെയും ഡിസ്റ്റർബൻസ് ഇല്ലാതെ ജോലി ചെയ്യാമല്ലോ അങ്കിളെ. രാവിലെയെങ്കിലും ഒന്ന് കിടന്ന് ഉറങ്ങണ്ടടാ, ഇങ്ങനെ കറങ്ങി നടന്നാൽ മതിയോടാ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാനൊരു 11 മണിക്ക് കിടക്കും, 3 മണി വരെ ഉറങ്ങും. പിന്നെ വെളുപ്പിന് 4 മണി അല്ലെങ്കിൽ 7 മണി വരെ കിടന്നുറങ്ങും. മതിയോ? അതൊക്കെ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് അല്ലേ. ചെറുപ്പമായതുകൊണ്ട് ശരീരം താങ്ങും. അങ്കിളും ഇതുപോലൊക്കെ ജോലി ചെയ്തിട്ടില്ലേ നല്ല പ്രായത്തിൽ? എനിക്കതിനുള്ള ഫിസിക്കൽ ഹെൽത്തും മെൻ്റൽ ഹെൽത്തൊക്കെ ഉണ്ടായിരുന്നടാ. അങ്ങനെയാണോടാ നീ? വെയിലേറ്റാലേ ഭാടി പോകുമെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ അങ്കിളിന് സുഖമാണെന്ന് തിരക്കാൻ വന്നതാണ് ഞാനെന്ന് മനു അന്നേരം പറഞ്ഞു. ആൻറ്റിയുടെ ക്ഷേമം അന്വേഷിച്ച് വന്നതല്ലാന്ന് എന്നെ ഒന്ന് ബോധ്യപ്പെടുത്തണം അല്ലേ? എടാ എത്രയായാലും നിങ്ങളൊക്കെ ഒരു കുടുംബക്കാരല്ലേ. കൈതയ്ക്കൽ മാളിക വീട്ടിൽ ഞാനല്ലേടാ അന്യനായിട്ടുള്ളത്. എന്താ അങ്കിള്, ഞാനിപ്പോൾ ആൻറ്റിയുടെ അടിയല്ലാത്ത എല്ലാം കഴിഞ്ഞിട്ട് വന്നിരിക്കാം, എന്നിട്ടും അങ്കിൾ എന്നോട് ഇങ്ങനെയാണോ പെരുമാറുന്നതെന്ന് ചോദിച്ചു. ആരെ വിശ്വസിക്കണം, ആരെ അവിശ്വസിക്കണം, അതൊന്നും നിശ്ചയില്ലാതായി എന്ന് ബാലൻ അന്നേരം പറയാം. അലീന ഇന്നലെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്കിളിനെ വിളിച്ചായിരുന്നു എന്ന് ചോദിച്ചപ്പം വിളിക്കും, കുറേ ആശ്വാസവാക്കുകളൊക്കെ പറയും, എല്ലാം ശരിയാകുമെന്നുള്ളൊരു പ്രതീക്ഷ തോന്നിപ്പിക്കും. അവൾ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും എല്ലാം ശരിയായെന്ന്, നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു വരുമെന്ന്. എവിടെ ശരിയാവാൻ, ശരി ഉണ്ടായിട്ട് വേണ്ടേ ശരിയാവാനെന്ന് ബാലേട്ടൻ. അവൾക്ക് വലിയ പ്രതീക്ഷ ഉണ്ടെങ്കിലേ തെറ്റിപ്പോയതെല്ലാം കറക്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അവളോട് സംസാരിച്ച് കഴിയുമ്പോൾ എനിക്കും തോന്നും ഒരു മിറാക്കിളൊക്കെ സംഭവിക്കുമായിരിക്കും എന്ന്.
പക്ഷേ ഇവിടെ വന്ന് ആൻറ്റിയെ കണ്ട് സംസാരിക്കുമ്പോഴേക്കും സകല പ്രതീക്ഷയും തകിടം മറിയും. ഈ ജന്മത്തിതൊന്നും ശരിയാകാൻ പോകുന്നില്ലെന്ന് നമുക്ക് മനസ്സിലാകുമെന്ന് പറഞ്ഞു. അത് തന്നെയല്ലേടാ ഞാൻ നിന്നോട് ആദ്യമേ പറഞ്ഞതെന്ന് മനു അന്നേരം ചോദിക്കാം. മനുവിനോട് ബാലൻ ചോദിക്കാം. ഒരു ഈവിൾ സ്പിരിറ്റ് ഈ കുടുംബത്തിൻ്റെ ഒത്തൊന്നടുക്ക് നിൽക്കുന്ന ഒരിതാടാ. ആ ഒരു നിഴലടിച്ച് കഴിയുമ്പോൾ നമ്മൾ വെളിച്ചത്തിൽ നിന്ന് ഇരുട്ടിലോട്ട് വീണതുപോലെ നമുക്ക് തോന്നുമെന്ന കാര്യം പറയുവാണ്. അപ്പോൾ അത് ശരിയാ അങ്കിൾ പറഞ്ഞത്. പോസിറ്റീവായിട്ട് ഒരു വാക്ക് പോലും പറയാൻ നമ്മൾ എത്ര നേരം സംസാരിച്ചാലും ആൻറ്റിയെ കൊണ്ട് സാധിക്കത്തില്ല. ആൻറ്റി ചെയ്യില്ല അത്. എടാ സത്യം പറഞ്ഞാൽ എനിക്ക് ജീവിതം മടുത്തടാന്ന് പറയാം ബാൽ. ഒരാഗ്രഹവും സാധിക്കാനില്ലാത്ത ഒരാൾ എന്തിനാടാ ഇങ്ങനെ ജീവിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ആ പിള്ളേരെ ഏതെങ്കിലും ഒരു കരയ്ക്ക് എത്തിക്കണ്ടേ? അതല്ലേ അച്ഛനമ്മമാരുടെ ജീവിതം എന്ന് മനു അന്നേരം ചോദിച്ചു. എടാ മനു, ഈ അച്ഛനെന്ന് പറയുന്ന സംഗതി കല്ലിലോ മണ്ണിലോ മരത്തിലോ ഒന്നും ഉണ്ടാക്കി വെച്ചിരിക്കുന്നതല്ല. വേദനകളും സങ്കടങ്ങളും പരിഹാസങ്ങളും പ്രതിസന്ധികളും പ്രശ്നങ്ങളും വെല്ലുവിളികളും എതിർപ്പുകളും എല്ലാം തിരിച്ചറിയുന്ന വേറൊരു മനുഷ്യനാ പച്ച മനുഷ്യൻ. അപ്പോൾ ഉരുക്കൊന്നും അല്ലടോ അയാളുടെ ഹൃദയവും മനസ്സും. എനിക്ക് എന്നെ തന്നെ വേണ്ടാന്ന് തോന്നിയാൽ പിന്നെ എനിക്ക് വേറെ എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചു. അതാണ് എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെന്ന് പറയുന്നത്. നിനക്കറിയാവോന്ന് ചോദിച്ചു. അങ്കിൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ശരിക്കും എനിക്കിപ്പോൾ വല്ലാത്തൊരു വിഷമം തോന്നുകയാണെന്ന് മനു പറഞ്ഞു. അപ്പോൾ ഒരാഗ്രഹം ബാക്കിയുണ്ട്, അതില്ല എന്ന് പറഞ്ഞാൽ ശരിയാവത്തില്ല. എൻ്റെ കയ്യിൽ ഒരു ബോംബിരിപ്പുണ്ട്, അത് പൊട്ടിക്കണം, അത് പൊട്ടിച്ചിട്ടേ ഞാൻ പോകത്തുള്ളൂ എന്ന കാര്യം പറഞ്ഞു. അപ്പോൾ അങ്കിൾ എങ്ങോട്ട് പോകാനാണെന്ന് ചോദിച്ചു. അപ്പോൾ എങ്ങോട്ടാ പോകാൻ വയ്യാത്തത്? ആരെയും നോക്കണ്ടാത്തവന് എവിടെ വേണമെങ്കിലും പോകാം, ഒരിക്കലും തിരിച്ചു വരാൻ പറ്റാത്ത ദൂരത്തേക്കായിരിക്കും എന്ന് മതി. അപ്പം മതി അങ്കിളെ, മതി, ഇനി ഒന്നും അങ്കിള് പറയാൻ നിൽക്കണ്ടെന്ന് പറഞ്ഞു. അങ്കിളിനോട് സന്തോഷമായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. അത് അലീന എന്നോട് പറഞ്ഞു, അച്ഛൻ ആരും ഇല്ലെന്ന് തോന്നരുത്, മനുവേട്ടൻ പോയി കാണണം, സംസാരിക്കണം. അപ്പോൾ പുള്ളിക്കാരിക്ക് അത്രയും കരുതൽ അങ്കിളിൻ്റെ കാര്യത്തിലുണ്ട്. അവിടെ ഒരു പപ്പയെ കിട്ടിയെന്ന് വെച്ച് അവൾ ഒരിക്കലും വേറൊരാളാണെന്ന് ചിന്തിക്കരുത്. അവൾ അച്ഛൻ്റെ സ്ഥാനം തന്നത് ഒരു ചെറിയ വിഷയമായിട്ട് കാണരുത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പം നമുക്ക് കൂടുതൽ സംസാരിക്കേണ്ട മനു, ഞാൻ ഷോപ്പിലോട്ട് പോകാനായിട്ട് ഇറങ്ങിയതാ, നീ വരികയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞു. അപ്പം ഞാനെന്തിനാ വരുന്നത്? എന്നാ വീട്ടിലോട്ട് ഇറങ്ങുക, എന്നാൽ പോരെ എന്നും പറഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ പോരാനായിട്ട് ഇറങ്ങുന്നു. പിന്നെ കാണിക്കുന്നത് സ്റ്റാൻലി ആട്ടോ. അപ്പോൾ സ്റ്റാൻലി ഇങ്ങനെ അവിടെ ഇരിക്കുന്നു. അപ്പോഴത്തേക്കും വല്യപ്പച്ചൻ പോകാനായിട്ട് ഇറങ്ങി വരിക. ഞാൻ പോവാന്ന് പറഞ്ഞു. അതെന്നെ വല്യപ്പച്ചൻ ഇങ്ങനെ പറയുന്നത്? പോവുകയാണെന്ന് നേരത്തെ പറഞ്ഞില്ലല്ലോ, ഞാൻ വന്ന അന്ന് തന്നെ തിരിച്ചു പോകാൻ വേണ്ടി നിന്നല്ലേ, ഇപ്പോൾ വന്നിട്ട് എത്ര ദിവസമായെന്ന് ചോദിച്ചു വല്യപ്പച്ചൻ സ്റ്റാൻലിയോട്. അവിടെ ചെന്നിട്ട് ധാരാളം ജോലി തീർക്കാനുണ്ടല്ലോ അല്ലേ? അതൊന്നും അല്ലടാവേ, ഞാൻ റാണിമോൾ ഇപ്പോൾ 2-3 പ്രാവശ്യം വിളിച്ചു, എന്നെ കാണാതിരുന്ന അവൾക്ക് പ്രശ്നമാണെന്നും ഒരു ദിവസം അവൾ വയലൻ്റ് ആയെന്ന് ആൻസിയും വിളിച്ചു പറഞ്ഞു, അതുകൊണ്ടാണെന്നും പറയുകയാണ്. അപ്പോൾ അത് കേട്ടപ്പോൾ അലീനെ കൂട്ടിക്കൊണ്ട് പോകണ്ടോന്ന് ചോദിച്ചു. അതെന്നാ ചോദ്യമാണ് ലാലിച്ച, നിന്നോടൊരു വാക്ക് പറയാതെ ഞാൻ അവളെ കൊണ്ടുപോകുമെന്ന് ചോദിച്ചു. അപ്പച്ചനെ ചിന്നമ്മയെ കൊണ്ടുപോയി എല്ലാവരെയും പരിചയപ്പെടുത്താൻ ഒരാഗ്രഹം ഉണ്ടെന്ന് തോന്നി. ഇപ്പം എന്തായാലും ഞാൻ കൊണ്ടുപോകണില്ല, ആദ്യം ഞാൻ അവിടെ ചെന്ന് കാര്യങ്ങളൊക്കെ അവരോടൊന്ന് വിശദമായിട്ട് പറയട്ടെ, എന്നിട്ട് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് എല്ലാവരെയും കൂട്ടി യുദ്ധത്തിന് വരാൻ പറഞ്ഞപ്പം അതെന്നാ വർത്തമാനമാടാ ലാലിച്ച നീ പറയുന്നേ? ഞാൻ അവരെയൊക്കെ ഒന്ന് മയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പം അങ്ങോട്ട് പോകുന്നത്. റോബിച്ചനാണെങ്കിൽ എന്നും വിളിയാ, വരുന്നില്ലേ എന്ന് ചോദിച്ചു. എന്തിനാ? അവൻ എവിടുത്തെ വിവരങ്ങൾ അറിയണം, അതിന് വേണ്ടിയിട്ട്. അറിയേണ്ടവരോടൊക്കെ ഇങ്ങോട്ട് വരാൻ പറ, ഞാൻ പറഞ്ഞു കൊടുക്കാമെന്ന് പറഞ്ഞു സ്റ്റാൻലി. എടാ മോനെ, അവർക്ക് സത്യാവസ്ഥകൾ അറിയത്തില്ലല്ലോ, ഫോണിലൂടെ പറഞ്ഞാലൊന്നും ആർക്കും അത് മനസ്സിലാവില്ല, നേരിട്ട് തന്നെ പറയണടാ മക്കളെ എന്നും പറഞ്ഞു. അങ്ങനെ വല്യപ്പച്ചനും സ്റ്റാൻലിയും കൂടെ സംസാരിച്ചു. അലീനയുടെ കാര്യങ്ങൾ വീട്ടിൽ പരിചയപ്പെടുത്താനായിട്ടാണ് വല്യപ്പച്ചൻ പോകുന്നത്. അപ്പോൾ അലീനയെ എല്ലാവരും എതിർക്കുമെന്നും അലീനെ ആരും അംഗീകരിക്കില്ല എന്നുള്ള കാര്യമൊക്കെ സ്റ്റാൻലി പറയുമ്പോഴേക്കും ഇതിന് കടത്തിണ്ണെ കിടക്കുന്ന പിച്ചക്കാരൻ്റെ കുഞ്ഞല്ല അവൾ, അതാദ്യം നീ മനസ്സിലാക്കാൻ പറഞ്ഞു. മനസ്സിലായി, അപ്പച്ചൻ പോകാൻ നോക്കാൻ പറഞ്ഞു. പെട്രോൾ അടിക്കാൻ വേണമെങ്കിലേ ഈ അലമാരിയിൽ നിന്ന് എടുത്തോളാൻ പറഞ്ഞു. പിന്നെ എനിക്ക് നിൻ്റെ ഔദാര്യമൊന്നും വേണ്ടേ, എൻ്റെ കാറിന് പെട്രോൾ അടിക്കാൻ എൻ്റെ കയ്യിലുണ്ട്. ഞാൻ ഇപ്പോഴും കൊട്ടാരം മറ്റത്തിൽ ഔതക്കുട്ടി തന്നെയാടാ, ശരീരം ഒരിത്തിരി മെലിഞ്ഞെന്നേ ഉള്ളൂ, കാശിന് ആരുടെ മുന്നിലും കൈ നീട്ടേണ്ടതായിട്ട് വന്നിട്ടില്ല. നിനക്കും വല്ലതും വേണമെങ്കിൽ നീ എന്നോട് ചോദിക്ക്.
അത് കേട്ടപ്പം അഹങ്കാരത്തിന് പിന്നെ ഒരു കുറവുമില്ല. ഓഹ് കൊള്ളാം, നിൻ്റെ അല്ലേടാ അപ്പൻ, കുറയ്ക്കാൻ പറ്റുമോടാ? ഞാൻ പോയിട്ട് വരാം എന്നും പറഞ്ഞ് വല്യപ്പച്ചൻ അങ്ങ് പോണു. സ്റ്റാൻലി അവിടെ നിൽക്കുന്നു. പിന്നെ അലീന വല്യപ്പച്ചനെ യാത്രയാക്കാൻ വരുവാ. ദേ എന്നെ ഇവിടെ നിന്ന് ഓടിച്ചിട്ട് പോകാൻ വേണ്ടി വന്ന ആളാ. ഇപ്പോൾ ദിവസം എത്രയായെന്ന് ചോദിച്ചാൽ അലീന വല്യപ്പച്ചനോട്. ഞാൻ പോയിട്ട് 2 ദിവസം കഴിഞ്ഞിങ്ങ് വരാന്നേ എന്ന് വല്യപ്പച്ചൻ. എന്നാൽ പിന്നെ എന്തിനാ പോകുന്നേ? അത് പിന്നെ ഞാൻ ചെല്ലാൻ കാത്തിരിക്കുക അവിടെ ഓരോരുത്തന്മാർ. വേറെ ആരുമല്ല, എൻ്റെ മക്കളും അവരുടെ ഭാര്യമാരും. എന്നാത്തിനാണെന്നറിയാവോ? എന്നാത്തിന്? നിന്റെ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണെന്ന് പറയുമ്പോഴത്തേക്കും അലീന ഇങ്ങനെ ലാലിച്ചനോട് ചോദിക്കാനേ അവർക്ക് പേടിയാന്നേ. അപ്പോൾ വല്യപ്പച്ചൻ അവിടെ ചെന്നിട്ട് എന്താ ശരിക്കും പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചു. അതോ, ലാലിച്ചൻ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്ന പെണ്ണുണ്ടല്ലോ, അവളെ മരം കയറി യക്ഷിയാ. അവള് എല്ലാം നശിപ്പിക്കാൻ വേണ്ടി വന്നവളാ. അവളെ കാണുമ്പോൾ തന്നെ ലാലിച്ചൻ്റെ മുട്ടുകാല് കൂട്ടിയിടിക്കുക. ഇത്രയും പറഞ്ഞാൽ പോരേന്ന് ചോദിച്ചു. ധാരാളം മതി, എല്ലാവരും ഒന്ന് ഞെട്ടട്ടെ എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അല്ലാതെ ആരും ഇങ്ങോട്ട് വരാതിരുന്നാൽ പോരേ. വല്യപ്പച്ചൻ ഇനി വരാതിരിക്കുമെന്ന് എൻ്റെ സംശയം. എൻ്റെ പൊന്നുമോളെ, എനിക്ക് വേണമെങ്കിൽ ഇന്ന് തന്നെ തിരിച്ചു വരാവുന്നതേ ഉള്ളൂ എന്ന് വല്യപ്പച്ചൻ. ഈ പുനലൂരെന്ന് പറയുന്ന സ്ഥലമേ ഒരുപാട് ദൂരത്തൊന്നും അല്ല. എനിക്കവിടെ ചെന്നിട്ടേ വേറെ ചില ഇടപാടുകളൊക്കെ ഉള്ളതുകൊണ്ടാണെന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ വല്യപ്പച്ചൻ പോകുന്നതോടെ ഞാനിവിടെ ഒറ്റയ്ക്കായി പോകുമെന്ന് അലീന വല്യപ്പച്ചനോട് പറഞ്ഞു. ഞാനും കേണലും തമ്മിൽ പിണക്കമാണെന്ന് വല്യപ്പച്ചൻ അറിയാമല്ലോ. കേണലിൻ്റെ ജോലിക്കാർക്ക് പിന്നെ എന്നെ കണ്ടുകൂടാ. മോളെ, നീ തൽക്കാലം അവരോട് ഗുസ്തി പിടിക്കാൻ നോക്കണ്ട. അടുക്കളയിൽ കയറുകയും വേണ്ട. ലാലിച്ചനോട് തർക്കിക്കാൻ ഒന്നിനും നിൽക്കണ്ട. പക്ഷേ ഞാൻ സമരം തുടങ്ങും. നീ ഒറ്റയ്ക്ക് ഇവിടെ എന്തോന്ന് സമരം ചെയ്യാനാ? ഈ മുറ്റത്ത് പൊടിയും പിടിച്ചോണ്ട് നിന്ന് ലാലിച്ചനെതിരെ മുദ്രാവാക്യം വിളിക്കുമോ നീ? അപ്പം അതൊന്നുമല്ല. പിന്നെ ഞാൻ വേറൊരു വഴി കണ്ടുവച്ചിട്ടുണ്ട്. വല്ലപ്പച്ചനൊന്ന് പോയിട്ട് വാ. ദേ നോക്ക്, അടുത്ത തവണ നമുക്കൊന്നിച്ച് വേണം തറവാട്ടിലോട്ട് പോവാൻ. നിനക്ക് നിൻ്റെ അപ്പൻ്റെ തറവാട് കാണണ്ടേന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ ആദ്യം ഞാൻ ഇവിടെ ഒന്ന് കാലുറപ്പിച്ചോട്ടെ, എന്നിട്ടും മതി എന്ന് പറഞ്ഞപ്പം ശരി, ഞാൻ എന്നാൽ പോട്ടെ മോളേന്ന് ചോദിച്ചു. ശരി വല്യപ്പച്ച എന്നും പറഞ്ഞ് അലീന വല്യപ്പച്ചന് യാത്രയപ്പൊക്കെ നടത്തുന്നു. അങ്ങനെ വല്യപ്പച്ചൻ പോവുക. പക്ഷെ വല്യപ്പച്ചൻ അലീനെ ഇട്ടിട്ട് പോകാൻ തോന്നുന്നില്ല. വല്യപ്പച്ചൻ എന്നിട്ട് അലീനയ്ക്ക് കൈയൊക്കെ കൊടുത്തു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് വല്യപ്പച്ചൻ അങ്ങ് പോണു. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ കഥ അവസാനിച്ചു. ഇത്തവണ മനു വന്ന് പറഞ്ഞത് കൊണ്ട് ബൈജ എന്ന് പറയുന്ന മഹാറാണിക്ക് എന്തെങ്കിലും ചെറിയ മാറ്റങ്ങളുണ്ടോ എന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കാം കേട്ടോ. വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ, സീ അഗൈൻ, ടേക്ക് കെയർ, ബൈ ബൈ.